കല്യാണം ആലോചിച്ചുകൂടെ? 25 വയസ്സുള്ള സത്യസന്ധരായ അവരെ ഒന്ന് കല്യാണം ആലോചിച്ചുകൂടെ? ഒന്ന് പ്രപ്പോസ് ചെയ്തുകൂടെ? ഖദീജ ബീവിയുടെ സർവന്റുകളെ, അവരോട് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം ഖദീജ ബീവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ ആളാണ്, എല്ലാ അർത്ഥത്തിലും വലിയ അസാധാരണ വ്യക്തിത്വമാണ്, ഒന്ന് പ്രപ്പോസ് ചെയ്തുകൂടെ? നിങ്ങളുടെ ഭർത്താവ് മരിച്ചു പോയതല്ലയോ? ഖദീജ ബീവിയോട് പറഞ്ഞു, നിങ്ങളുടെ പുതിയാപ്പിള മരിച്ചു പോയതല്ലേ, അതുകൊണ്ട് നിങ്ങൾ 25 വയസ്സുള്ള അവര് വന്ന് പ്രപ്പോസ് ചെയ്ത് നോക്കണം. ഖദീജ ബീവിക്ക് 40 വയസ്സുണ്ട്, 40 വയസ്സ്, 18 അല്ല, 40 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ 25 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാൻ. ഖദീജ ബീവിക്ക് 2 ഭർത്താക്കന്മാര് നേരത്തെ ഉണ്ട്. ആദ്യ ഒരാൾ കല്യാണം കഴിച്ചു, അതിൽ 2 മക്കളുണ്ട്. അബൂഹാല, ഇതാണ് ഖദീജ ബീവിയുടെ ആദ്യ ഭർത്താവിന്റെ പേര് അബൂഹാല. ഞാൻ ലാസ്റ്റ് ചോദ്യം ചോദിക്കും, ഉത്തരം കിട്ടിയാൽ ഗിഫ്റ്റ് സമ്മാനമുണ്ട്. അപ്പൊ നല്ല നീയത്തോടു കൂടി മനസ്സിൽ ഉറപ്പിച്ചു നിർത്തിച്ച ഓരോ പേരുകളും സംഭവങ്ങളും ഒക്കെ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റും. ലേഡീസ് അത് എഴുതി കൊടുത്തേച്ചാൽ മതി, ആകേണ്ടത് പറഞ്ഞാൽ ഉത്തരം ശരിയാണെങ്കിൽ സമ്മാനമുണ്ട്. അപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ആദ്യത്തെ ഭർത്താവിന്റെ പേര് അബൂഹാല. അവര് മരിച്ചുപോയി. അതിൽ 2 മക്കളാണുള്ളത്. ഒന്ന് ഹിന്ദ് റളിയല്ലാഹു അൻഹാ, രണ്ടാമത്തേത് ഹാല. ഇങ്ങനെ 2 മക്കളാണ് ഖദീജ ബീവിക്ക് ആദ്യ ഭർത്താവ്. അങ്ങനെ ആദ്യത്തെ ഭർത്താവ് അബൂഹാല വഫാത്തായിട്ട് മരിച്ചുപോയി. പിന്നീട് രണ്ടാമതൊരാൾ കെട്ടി, അതിൽ 4 മക്കളുണ്ട്. ആദ്യം അബൂഹാല കല്യാണം കഴിച്ചു, 2 മക്കളായി, മൂപ്പര് മരണപ്പെട്ടു പോയി. പിന്നെ രണ്ടാമതൊരാളുടെ കല്യാണം കഴിച്ചു, അതിൽ 4 മക്കളുണ്ടായി. അങ്ങനെ ടോട്ടൽ 6 മക്കൾ, 7 മക്കളെന്നും അഭിപ്രായമുണ്ട്. ഇരിക്കട്ടെ. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഖദീജ ബീവിക്ക് 2 ഭർത്താക്കന്മാര് വേറെ ഉണ്ട്. 2 പേരും മരിച്ചുപോയതാണ്. അതിൽ 5-6 മക്കളുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോയപ്പോ ഖദീജ ബീവി വിചാരിച്ചു, ഇനി ഞാൻ കണ്ടെത്തുന്നില്ല. ഒരുപാട് ആലോചനയായിട്ട് മക്കത്തെ പ്രമുഖരൊക്കെ വന്നു. കാരണം ഖദീജ ബീവി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നാട്ടിലെ കോടീശ്വരിയാണ്. മക്കയിൽ ഏറ്റവും വലിയ 1-ാം നമ്പർ ബിസിനസ്സുകാരിയാണ്, പണക്കാരിയാണ്. ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തതിൽ അപ്പുറമുള്ള സമ്പത്ത് ഖദീജ ബീവിക്കുണ്ട്. വേറെ ആർക്കും അത്ര സമ്പത്ത് കാരണം മക്കയിൽ ലേഡീസ് അവരുടെ കവരെടുത്താലില്ല. അത്രയ്ക്ക് വലിയ പണമാണ് അവർക്കുള്ളത്. അപ്പോ മക്കത്തെ പ്രഗത്ഭരായ ഖുറൈശികളിൽ പലരും ചെയ്തു, 2 വ്യാപാരം കഴിച്ചപ്പോൾ ഖദീജ ബീവിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ കെട്ടാൻ റെഡിയാണ്, നിങ്ങൾ വിവാഹം കഴിക്കാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. പലരും വന്നു, അതൊക്കെ ഒഴിവാക്കി. 2 ഹസ്ബൻഡ് ഭർത്താക്കന്മാരെ മരിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ട എന്ന് വെച്ചാൽ ഖദീജ ബീവി, ഇനി ഞാൻ എന്റെ സമയം മുഴുവൻ ബിസിനസ് അതിനു വേണ്ടി ശ്രദ്ധിക്കുകയാണെന്ന് പറഞ്ഞ് കച്ചവടത്തെ ശ്രദ്ധിച്ചു. അങ്ങനെ വലിയ ലാഭമായിട്ട് ഇങ്ങനെ ബിസിനസ്സായിട്ട് നടക്കാനാണ് ഖദീജ ബീവി. അങ്ങനെ കാലം കുറെ കഴിഞ്ഞ് 40 വയസ്സായി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി തങ്ങൾ ഇറങ്ങുന്നത്. 25 വയസ്സ് നബി തങ്ങളെ കച്ചവടത്തിൽ പറഞ്ഞേക്കുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നു, കേൾക്കുന്നു. ഭയങ്കര ഇന്നേ വരെ കിട്ടാത്ത ലാഭം കിട്ടുന്നു. ഇതെല്ലാം കണ്ടു ഖദീജ ബീവിക്ക് നബി തങ്ങളോട് ഇഷ്ടമായി. ഇതൊരു പ്രണയബന്ധമല്ല, ഹബീബായ തങ്ങൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതല്ല. ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് എന്ന്
അവർക്കും ഇഷ്ടമാണെങ്കിൽ ഈ കല്യാണം നടക്കും. അബൂ ത്വാലിബ് എന്നവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഖദീജ ബീവിന്റെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഖദീജ ബീവിന്റെ പ്രപ്പോസൽ ഒക്കെ വന്നത് മക്കത്തെ ആരും എന്നിട്ടാ റെഡിയാ ഖദീജ ബീവിനെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒക്കെ ആണെങ്കിൽ ഖദീജ ബീവി റെഡിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതിക്കുകയാണ്. 25 വയസ്സുള്ള അല്ലാഹുവിന്റെ ഹബീബ് 40 വയസ്സുള്ള ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നത്. ആലോചിക്കണം, അതും വർഷായ ആദ്യ ഭർത്താവല്ല. ഖദീജ റളിയല്ലാഹു അൻഹാ 2 കല്യാണം കഴിഞ്ഞ പെണ്ണാണ് റളിയല്ലാഹു അൻഹാ. അവിടെ മുതലാണ് വീട്ടു ജീവിതം തുടങ്ങുന്നത്. ആ ചരിത്രങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത്. 25-കാരൻ 40-കാരിയെ കല്യാണം കഴിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഹബീബിന്റെ വീട്ടിൽ നടന്നിട്ടുണ്ടോ? ഒരു പ്രശ്നവും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഖദീജ റളിയല്ലാഹു തആല വിധവയായ 2 ഭർത്താക്കന്മാര് മരിച്ചുപോയ 3ാമത്തെ ഭർത്താവാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രശ്നമോ പ്രയാസമോ ഉണ്ടായിരുന്നില്ല. ഖദീജ ബീവിനെ ദരിദ്രനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിഞ്ഞു എന്ന് മക്ക മുഴുവൻ ഫ്ലാഷ് ആവുകയാണ്. ശത്രുക്കളായ ആളുകളൊന്നും വന്നില്ല. കാരണം നബിതങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. നബിതങ്ങളെ പറ്റി അൽ അമീൻ എന്നാണ് എല്ലാവരും പറയാറുള്ളത്. ഖദീജ ബീവിക്ക് എതിരാളികളില്ല. പക്ഷേ ദരിദ്രനായ ഒരാളെ സമ്പന്നയായ ഖദീജ ബീവി കല്യാണം കഴിച്ചപ്പോ ഖദീജ ബീവി കണ്ണുനട്ടിരുന്ന മക്കയിലെ ഖുറൈശികളിൽ ചില ആളുകൾ പറഞ്ഞുണ്ടാക്കി, ഖദീജ ബീവിക്ക് നാണമില്ലേ ദരിദ്രനായ ഒരാളെ കല്യാണം കഴിക്കാൻ, കോടീശ്വരിയായ പെണ്ണിന് ഒന്നുമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കാൻ നാണമില്ലേ? ഖദീജ റളിയല്ലാഹു തആലക്കെതിരെ മക്ക മുഴുവൻ ഇങ്ങനെ പാട്ടുപാടി നടക്കുകയാണ്. ഖദീജക്ക് നാണല്ലേ? വട്ടാണോ? ഇത്രയും പൈസ ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ മക്കത്തെ വലിയ ടീം ഉണ്ടാവില്ല. അന്നത്തെ പ്രമുഖ അവരൊക്കെ ഖദീജ ബീവിന്റെ പൈസ ഇങ്ങനെ ചെറിയൊരു കണ്ണുണ്ടാവും. അപ്പൊ അത് വിചാരിച്ച് ഖദീജ ബീവിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് പലരും. ഖദീജ ബീവി ഒരു കല്യാണം വേണ്ട, 2 വ്യാപാരത്തിൽ മരിച്ചു പോയതാണ്. ഇനി ബിസിനസ് ഞാൻ ശ്രദ്ധിക്കാന്ന് പറഞ്ഞിട്ട് പുതിയാപ്പിള പരിപാടി മാറ്റി വെച്ച് ബിസിനസ്സുമായിട്ട് കൂടുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവുണ്ടായിരുന്നത്. അള്ളാഹു തീരുമാനിക്കേണ്ടത് മനുഷ്യന്മാരെ തീരുമാനമല്ല. അള്ളാഹു നബി തങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി കൊടുക്കുക ഖദീജ ബീവിനെ. കോടീശ്വരിയായ ഒരു പെണ്ണ്, ഒന്നുമില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 25-കാരനെ കെട്ടി എന്ന് മക്കത്ത് മുഴുവനും ഒരു അയ്വ് പോലെ, ഒരു മോശം വർത്താനം പോലെ ഇങ്ങനെ ഫ്ലാറ്റായി. ശത്രുവൊന്നുമല്ല, നബിതങ്ങളെ ശത്രുവൊന്നുമല്ല. കാരണം രൂപത്തിൽ കിട്ടുന്നതിന്റെ 15 കൊല്ലം മുമ്പായി സംഭവം. എല്ലാവർക്കും നബിതങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ ഈ പൈസക്കാരിനെ ആലോചിച്ച് ജീവിച്ച ഓർമ്മയുണ്ട്. ഓരൊക്കെ എന്ത് ചെയ്തു? ചുമ്മാടുണ്ടായി. ഇത്രയും പൈസ ഉള്ള ഒരാള് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ ഒന്നും ഇല്ലാത്ത മുഹമ്മദിനെയാണോ വിവാഹം കഴിച്ചത്? എന്ന് മക്ക മുഴുവനും പറഞ്ഞു നടക്കുകയാണ്. ഖദീജ ബീവിക്ക് സങ്കടമായി. ഹബീബായ തങ്ങളെ ചേർത്തു പിടിച്ചു, 25-കാരനെ ചേർത്തു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദോ, എന്റെ ഭർത്താവേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഇന്നു മുതൽ എന്റെ എല്ലാ സമ്പത്തിന്റെയും ഉടമ അത്
നിനക്ക് പരാതി? ഇന്നു മുതൽ ഞാൻ ദരിദ്രയാണ്. എന്റെ എല്ലാ സമ്പത്തും ഞാൻ എന്റെ ഭർത്താവിന് കൊടുക്കുകയാണ്. എന്റെ എല്ലാ സമ്പത്തിന്റെയും ഉടമ എന്റെ ഭർത്താവാണ്, എന്റെ മുഹമ്മദാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് എന്റെ എല്ലാ സമ്പാദ്യങ്ങളും ഉടമാവകാശം ഞാനിതാ എഴുതി കൊടുക്കുകയാണെന്ന് കഅബാലയത്തിന്റെ മുന്നിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഭർത്താവിന്റെ കൂടെ നിന്ന പെണ്ണാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത അന്താരത്തെ മാലരെ മന്നാനായച്ച നിലാവേ മലരായി വീരിഞ്ഞ സിറാജേ മധുഹോദി പാടാ അസ്സലാം മദനേകി കനിയോ തിരുസലാം കരീമിൻ കരള സല്ലല്ലാഹു അഹദിൻ മലരാ നബിയുല്ലാഹ് അഖിലം സബബ തിരുമുല്ല. മക്കത്തെ മണ്ണും വീണ്ടും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരേ മലരേ മന്നാനായച്ച നിലാവേ മലരായി വീരിഞ്ഞ സിറാജേ മധുഹോദി പാടാ അസ്സലാം മദനേകി കനിയോ തിരുസലാം. ഖദീജ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച ചെയ്ത സേവനമാണ്. എന്റെ ഭർത്താവിന് ഒരു പ്രയാസം വന്നാൽ ഖദീജ ബീവിക്ക് സഹിക്കുന്നില്ല. എന്റെ ഭർത്താവിനെ വേട്ടയാടാൻ എന്റെ ഭർത്താവ് ഒരു ദരിദ്രനാണ് എന്ന് പറഞ്ഞു നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു ഭർത്താവിന്റെ പ്രതിസന്ധിയിൽ കൂടെ നിന്നവരാണ് ബീവി ഖദീജ ഖദീജത്തുൽ കുബ്ര. അവിടെ നിന്ന് അവരുടെ ജീവിതം തുടങ്ങാണ്. ഒരു പ്രശ്നവുമില്ല, അല്ലല്ല അലട്ടലില്ല. 25കാരന് 18കാരി മക്കളുണ്ട്, 16 വയസ്സുള്ളവരുണ്ട്, 19 ഉള്ളവരുണ്ട്, 22. പക്ഷേ വിധവയായ ഒരു പെണ്ണിന്റെ കൂടെ ഹബീബ് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഒരു കുഴപ്പവും ആധാരത്തിലില്ല. പരസ്പര വിശ്വാസവും സ്നേഹവുമാണ്. മുഖഭംഗിയോ ആഭരണത്തിന്റെ തൂക്കമോ അല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയം തീരുമാനിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റിവർ നല്ല മൈക്കാണ്, ഒരു കുഴപ്പമില്ല. നല്ല മൈക്ക് വരണമെന്ന് ഞാൻ എൻ്റെ സംഘാടകരെ ആരും ഡേറ്റ് എടുക്കുമ്പോൾ പറയും മൈക്ക് നന്നാക്കണം. അല്ലെങ്കിൽ ഒരു ദിവസം 2 സ്പീക്കർ വെച്ച് പരിപാടി നടത്തിയാൽ നാളത്തെ പരിപാടിക്ക് പോകാൻ തൊണ്ട ഉണ്ടാവില്ല. അതുകൊണ്ട് മൈക്ക് നന്നാക്കണമെന്ന് എല്ലാ സംഘാടകരും പറയുന്നത്. അത് നമ്മുടെ കമ്മിറ്റി അത് ഭംഗിയിൽ അത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ വരുന്നതിന് ഓപ്പറേറ്ററെ ബഷീർ മാഷാ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ 25ാമത്തെ വയസ്സിൽ തന്നെ നിബിധങ്ങളെ പറ്റി, ഭർത്താവിനെ പറ്റി നാട്ടിലൊരു കിംവദന്തി, ദരിദ്രൻ എന്നൊരു പേര് പറഞ്ഞപ്പോഴേക്ക് ഖദീജ റളിയല്ലാഹു അൻഹാ നിബിധങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. എനിക്ക് സമ്പത്ത് വേണ്ട, എല്ലാം എൻ്റെ ഭർത്താവിന്. അവിടെ നിന്നാണ് അവരുടെ വീട്ടു ജീവിതം തുടങ്ങുന്നത്. എന്ത് സംഗതി ഉണ്ടെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യുന്ന ജീവിതം. യാ റസൂലല്ലാഹ് എങ്ങനെയായിരുന്നു ഖദീജ? ഖദീജ ബീവിയുടെ വഫാത്തിന്റെ ശേഷം ആളുകൾ ചോദിച്ചു, സ്വഹാബത്ത് ചോദിച്ചതാണ് നബിയേ, യാ റസൂലല്ലാഹ് കൈഫ കാനത്, എങ്ങനെയായിരുന്നു ഖദീജ ബീവിയുടെ ജീവിതം? എങ്ങനെയായിരുന്നു? ഹബീബ് കരയാൻ തുടങ്ങി.
കൊല്ലം നബി തങ്ങൾക്ക് ഒരൊറ്റ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ഭാര്യ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25ാമത്തെ വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള 25 കൊല്ലമാണ് ഖദീജ ബീവി കൂടെയുള്ളത്. ഖദീജ ബീവിയുടെ വഫാത്ത് വരെ ഹബീബ് വേറെ പെണ്ണ് കെട്ടിയിട്ടില്ല. ഖദീജ ബീവി എന്ന ഒരേ ഒരു ഭാര്യയെ അവരുടെ വഫാത്ത് വരെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീലംഘടനാണെന്ന് പറയുന്ന യുക്തിവാദികൾ ഈ ചരിത്രം പഠിക്കണം. ഒരു മനുഷ്യൻ ഏറ്റവും ആരോഗ്യമുള്ള നല്ല കാലത്ത് ഹബീബായ തങ്ങൾ ഒരേ ഒരു ഭാര്യയുടെ കൂടെ ഖദീജ ബീവിയുടെ കൂടെയാണ് ജീവിച്ചത്. അതും 15 വയസ്സ് കൂടുതലുള്ള രണ്ടുപേര് നേരത്തെ കല്യാണം കഴിച്ച് ഭർത്താക്കന്മാര് മരിച്ചുപോയി ഹിത്തയുടെ കൂടെ 25 കൊല്ലത്തെ നല്ല ജീവിതം മുഴുവനും ആ ഖദീജ ബീവിയുടെ കൂടെയാണ്. ഒരു കുഴപ്പവും ജീവിതത്തിലില്ല, ഒരു കുഴപ്പവും. വേണമെങ്കിൽ നബി തങ്ങൾക്ക് 30 വയസ്സായാൽ രണ്ടാമതൊന്നിന് കെട്ടാമായിരുന്നു. വിധങ്ങൾ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. 35 വയസ്സായാൽ 35 അപ്പൊ ഖദീജ ബീവിക്ക് 50 ആയിട്ടുണ്ട്. നബി തങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടാമായിരുന്നു. വിധങ്ങൾ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. ഖദീജ ബീവി വയസ്സായ ഖദീജ ബീവിന്റെ കൂടെ ഇങ്ങനെ ചെയ്യുന്നതാണ്. ആ റസൂലുള്ളാഹിനെ പറ്റിയാണ് ഇജ്തിഹാദികൾ സ്ത്രീലംബടൻ എന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളെ ബഹുമാനിക്കാത്ത ആളെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നത്, കുറ്റപ്പെടുത്തുന്നത്. അപ്പൊ 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള 25 കൊല്ലമാണ് ഖദീജ ബീവിയുടെ കൂടെയുള്ള ജീവിതം. അപ്പൊ റസൂലുള്ളാഹിക്ക് 50 വയസ്സായപ്പോ ഖദീജ ബീവി വഫാത്തായി. അപ്പൊ ഖദീജ ബീവിന്റെ വയസ്സ് എത്രയായിരിക്കും? പിള്ളേരാരാ പറയാ ഖദീജ ബീവിന്റെ വയസ്സ് എത്രയായിരിക്കും വഫാത്ത് സമയത്ത്? ഖദീജ ബീവി വഫാത്താകുന്ന സമയത്ത് 65 വയസ്സ്. 65. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് 50 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുടെ വയസ്സ് 65. 15 വയസ്സ് കൂടുതലാണ്. ഖദീജ ബീവി വഫാത്തായി. അതുവരെ വേറെ പെണ്ണൊന്നുമില്ല. ഒറ്റ ഭാര്യന്റെ കൂടെ ജീവിതമാണ്. ഒറ്റ ഭാര്യയുള്ളൂ. പിന്നീട് അള്ളാഹ് പറഞ്ഞപ്പാണ് പക്കത്ത് മദീനത്തെത്തിയപ്പോൾ കല്യാണം കഴിക്കുന്നത്. അതൊക്കെ നമ്മൾ പറയും. അപ്പൊ 50ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ 65-കാരിയായ ഖദീജ ബീവി വഫാത്തായതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനസികമായിട്ട് തകർന്നുപോയി. ഇമാമിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞ വാക്കാണ്. നബി തങ്ങൾ മാനസികമായി വലിയ ദുഃഖത്തിൽ, പ്രയാസത്തിലായി. ഇസ്ലാമിൽ ദുഃഖവർഷം എന്നൊരു കൊല്ലുണ്ട്. ദുഃഖവർഷം. അത് ഖദീജ ബീവിയും അബൂ ത്വാലിബ് എന്നവർ വഫാത്തായ കൊല്ലത്തിലാണ് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ദുഃഖവർഷം എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ദുഃഖവർഷം, അങ്ങനത്തെ ദുഃഖവർഷം വേറെ ഇല്ല. മുസ്ലിം സമൂഹത്തിൽ ആമുൽ ഹുസ്ൻ എന്ന് പറയുന്ന ഒരു കൊല്ലം ഇല്ല. അതുള്ളത് നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഖദീജ ബീവി വഫാത്തായ കൊല്ലമാണ്. അത് ആമുൽ ഹുസ്ൻ എന്ന് പ്രത്യേകമായി കൊല്ലത്തിന് പോലും അങ്ങനത്തെ പേര് വീണു. എന്ന് വെച്ചാൽ നബി തങ്ങൾക്ക് ഏറ്റവും സങ്കടമുള്ള സംഗതി ഖദീജ ബീവിയുടെ വഫാത്തായിരുന്നു. യാ റസൂലല്ലാഹ്, ഖദീജ ബീവിയുടെ വഫാത്തിന്റെ സമയമാണ്. ഇരുദൂതരെ മഹബൂബരെ ഒരു ഞാൻ പുകൾ പാടുമേ. ഇരുദൂതരെ മഹബൂബരെ ഒരു ഞാൻ പുകൾ പാടുമേ. പുകൾ പാടും
വേദനയിലായപ്പോഴാണെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട ഖദീജ ബീവിയുടെ വഫാത്തിന്റെ സമയത്താണ്. ഖദീജ ബീവി വഫാത്തായ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സങ്കടപ്പെട്ടത്. ആ വർഷമാണ് ദുഃഖവർഷം എന്നറിയപ്പെടുക. അപ്പോൾ 65 വയസ്സുള്ള ഖദീജ, നമ്മുടെ ചരിത്രം 25 തുടങ്ങി ഇങ്ങനെ പോവാണ്. അതൊരു മൊബൈലെത്തിയിട്ട് ഞാൻ നിർത്തും. ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കും. 11 മണി അങ്ങാടേക്ക് വേണ്ടത്തോളം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറേ നിർത്തി പറയാൻ പറ്റില്ല. നാളെ അല്ലെങ്കിൽ 10 മണി 8 മണിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, 10 മണിക്ക് നിൽക്കാറുണ്ട്, കുറേ പരിപാടികളുണ്ട്. നാളെ രാത്രി കുന്നുകൈ മക്കാം ഹൗസ് അവിടേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഒരുപാട് ലേറ്റായി കേട്ട് നമുക്കും ബുദ്ധിമുട്ടാണ്, എനിക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഒരു 11 മണിയാകുമ്പോഴേക്കും നമുക്കിത് ഒഴിപ്പിക്കാം. നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട് കല്ലോ സിമന്റോ മെറ്റലോ എന്തെങ്കിലും ഓഫർ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് മനസ്സിൽ കരുതുക. നാളെ നമുക്ക് ഓപ്ഷൻ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നാളെ എന്ത് സംഭവിക്കുന്ന ഒരു പിടുത്തമില്ല. ഇന്നലെ ഞാൻ തിരുവനന്തപുരം കൊല്ലം അതിർത്തിയിലുള്ള ഒരു റൂസ് പരിപാടിക്ക് വനത്തിൽ പോയി. തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ്, 22 വയസ്സേയുള്ളൂ, ഭാര്യ പമ്പ് വെടിയേറ്റു. ബോധാവസ്ഥയിലാണ്. ഇന്ന് ആ ഭക്ഷണ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ട് നോക്കി. ബോധം തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ബോധം തെളിഞ്ഞിട്ടില്ല. അപ്പോൾ നാളെ നെക്സ്റ്റ് ഡേ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റൂല. മിസ്റ്റർ സ്വന്തം 14-15 വയസ്സിൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുമെന്ന് സ്വപ്നം പോലും കണ്ടിട്ടില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ അടുത്താണ്. നാളെ സുഹൃത്തി കുന്നുകൈ വയലോ പറയാൻ പറ്റൂല. ഈ സദസ്സിലുള്ള നമുക്ക് നാളെ പല പ്ലാനുകളുണ്ട്. നാളെ സൺഡേ ആണ്, നാളെ സൺഡേ അല്ലേ, ഞായറാഴ്ചയാണ്. അപ്പൊ നാളെ പല പ്ലാനുകളും വരട്ടുണ്ട്. അത് നടക്കുമോ പറയാൻ പറ്റില്ല. അടുത്ത കൊല്ലം മോളെ കല്യാണം മാപ്പ് വിടണോ പറയാൻ പറ്റൂല. എൻ്റെ കൂടെ പഠിച്ച അബ്ദുറഹ്മാൻ എന്നൊരു സുഹൃത്തുണ്ട്, പുള്ളിൻ്റെ വീട്ടിൽ കല്യാണം. എല്ലാ കൂട്ടുകാരെയും വിളിച്ചു ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ നമ്മളെല്ലാവരും ഞായറാഴ്ചയാണ് കല്യാണം. ശനിയാഴ്ച അവിടെ മഞ്ഞ കല്യാണം പച്ചക്കണ്ടൂർ പരിപാടി ഉണ്ട്, അത് നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി മുതൽ ഫംഗ്ഷൻ നടക്കുന്നു. അതുകൊണ്ട് വെള്ളിയാഴ്ച രാത്രി നിങ്ങളൊക്കെ എല്ലാവരും വന്നിട്ട് അവിടെ ഒരു ബുദ്ധ ചൊല്ലണം എന്ന് പറഞ്ഞു. എൻ്റെ ടീമിനെയൊക്കെ സെറ്റാക്കി അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചതാണ്. വെള്ളിയാഴ്ച രാവിലെ എന്ന് വെച്ചാൽ വ്യാഴാഴ്ച രാത്രി. അപ്പൊ വെള്ളിയാഴ്ച മുതൽ കല്യാണത്തിന്റെ ഫംഗ്ഷൻ തുടങ്ങും. ആ അബ്ദുറഹ്മാന്റെ വീട്ടിലേക്ക് കുറെ സുഹൃത്തുക്കളൊക്കെ വെള്ളിയാഴ്ച പോയി. വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി. അതാ അന്ന് ആ സമയത്താണ് ബുദ്ധ സെറ്റ് ചെയ്തത്. എനിക്കാണ് അന്ന് നീലേശ്വരം ഭാഷയിൽ വാലുണ്ടായിരുന്നു. വാലൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആ സമയത്താണ് വാട്സപ്പിൽ വന്നത്, ബുദ്ധയില്ലാതെ കഴിഞ്ഞ് കുട്ടികൾ പോകാനിരിക്കുന്നതാണത്ര. ഈ സഹോദരന്റെ പിതാവ് പെട്ടെന്ന് കുഴഞ്ഞു വീട് മരിച്ചുപോയി. ഞായറാഴ്ച കല്യാണം നേരിട്ട് അനുഭവിച്ചു. യാഥാർത്ഥ്യമാണ്. അബുദാബിയിലെ വലിയ സബ്ജി മാർക്കറ്റ്, വലിയ പച്ചക്കറി പരിപാടിയൊക്കെ ആയിട്ട് നടക്കാൻ വലിയൊരു പൈസക്കാരനാണ്. അത്യാവശ്യം സമ്പാദ്യമൊക്കെ അല്ലാഹു നൽകിയ ആളാണ്. അങ്ങനെ വിദേശത്തോട് തിരിച്ചു നാട്ടിൽ വരാൻ നോക്കിയാൽ ഞാൻ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. രാത്രി പുലർച്ചെ സുബഹിന്റെ മുമ്പ് തന്നെ അടക്കം ചെയ്തു ബാപ്പാനെ. വലിയ പന്തൽ സംവിധാനങ്ങൾ, മകൾക്ക് അമ്മായി കൊടുക്കാൻ വേണ്ടി വെച്ച നല്ല കാറ് അത് മഞ്ചാക്കി വെച്ചിട്ടുണ്ട്. 100 കണക്കിന് പവൻ സ്വർണ്ണാഭരണം പർച്ചേസ് ചെയ്ത് അതൊക്കെ അണിഞ്ഞ് ഭംഗിയായി നിൽക്കേണ്ട സ്വന്തം മോളെ കൈ പിടിച്ചു കൊടുക്കേണ്ട വാപ്പ നിൽക്കാതിന് മുമ്പ് മണ്ണിലെത്തിപ്പോയി. കാസർഗോഡ് പള്ളിക്കരയിൽ നേരിട്ട് അനുഭവിച്ചൊരു ഒരു മരണമാണ്. അപ്പൊ നാളെ എന്ത് നടക്കും, മറ്റന്നാളെന്ത്, അടുത്ത കൊല്ലരുത്, ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സംഗതിയേ അല്ല. ഇപ്പൊ ഗൾഫിൽ UAE കമ്മിറ്റി ഇവിടെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. UAE-ക്കാർക്കറിയാം എത്ര ചെറുപ്പക്കാരാണ് മരിച്ചു പോകുന്നത്. ഖത്തറിലും സൗദിയിലും GCC-യിലുള്ള എത്ര ആളുകളുണ്ട്. ചെറുപ്പക്കാർ എത്ര പേരാണ്. അമിതമായ ജോലി, ടെൻഷൻ, മദ്യപിതം, സെനറ്റ പ്രതീക്ഷയോടുകൂടി ഭാര്യയ്ക്ക് ഒരു മുട്ടം കൊടുത്ത് ഗൾഫ് പോയതാണ്. 6 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നത് മയ്യത്താണ്. അങ്ങനെ എത്ര പെൺകുട്ടികൾ കരയുന്നുണ്ട്. അപ്പൊ നാളെ മറ്റന്നാളും അടുത്ത ദിവസവും സംഭവിക്കുന്നത് എന്ത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട സംഗതി ഇല്ല എന്നതിന്റെ അർത്ഥം. നമ്മൾ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, സന്തോഷിക്കാനുമില്ല. അമിതമായി സന്തോഷിക്കാൻ എന്താ ഉള്ളത്? അടുത്ത സെക്കൻഡ് ജീവൻ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ സന്തോഷിക്കുന്ന കാര്യമുള്ളൂ. താൽക്കാലിക സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ജീവിതത്തിൽ പല സമയത്ത് സന്തോഷമാണ്. അതിനേക്കാണ് ദുഃഖിച്ച ആളുകളുണ്ട് നമ്മളൊക്കെ.
അപ്പൊ സന്തോഷം, ദുഃഖം, പ്രയാസം എന്നൊക്കെ പറയുന്ന സംഗതികൾ ഒരു വേവ് പോലെ, ഒരു വേവ് മോഷൻ പോലെയാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ഊറിലകപ്പെട്ട് പോകണ്ട, വഞ്ചിക്കപ്പെട്ട് പോകണ്ട. അതുകൊണ്ട് എന്തെങ്കിലും ദുഃഖമുള്ളവരെ ഒരു വഴിയും പഠിക്കണം, മരിച്ച് മയ്യത്താകാനുള്ളതാണ് എല്ലാ മനുഷ്യരും. ഇവിടെ എന്തെല്ലോ നേടിയെടുക്കാൻ നമ്മൾ സ്വപ്നം കണ്ടിട്ട് എന്തില്ല, കാര്യമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീനിനെ വിശ്വസിക്കുന്നവരോട് പഠിപ്പിച്ചത്, നിങ്ങൾ തവക്കുലിന്റെ ആളാവുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫസബറുൻ ജമീൽ, ക്ഷമ കൈക്കൊള്ളുക, അല്ലാഹുവിലേക്ക് ഫലമേൽപ്പിക്കുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി അല്ലാഹുവിന്റെ അടുത്താണ് വന്നത്, വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുവിന്റെ അടുത്തേക്കാണ് പോകാനുള്ളത്. എന്തിനാ പേടി? ഭൂമി കുഞ്ഞാൽ എന്താ പ്രശ്നം? ഭൂമിയിൽ എന്ത് നടന്നാലും അതൊക്കെ കഴിച്ച് മണ്ണിലേക്ക് പോകാനുള്ളതാണ് ഖലാസ്. അതുകൊണ്ട് എന്നും ബേജാറ് എനിക്കൊന്നും വേണ്ട, ഉള്ളതനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കും, പരസ്പരം തിരിച്ചറിയാം. ആ ഒരു സബ്ജക്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്.